Hi friends, welcome to my YouTube channel. So, നിങ്ങൾ എഫ് ബിയിലെ വീഡിയോ കണ്ടിട്ട് എൻ്റെ യൂട്യൂബിലേക്ക് വന്നതാണെന്ന് കരുതുന്നു. സോ വെൽക്കം അഗെയിൻ. ഇനി നമുക്ക് ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ഫ്രീ കോൾ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇതിന് രണ്ട് സോഫ്റ്റ്വെയർ നമുക്ക് ആവശ്യമുണ്ട്. ഒരു സോഫ്റ്റ്വെയർ ഈ ജീനം എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയറാണ്. ഇതാണ് ഒരു സോഫ്റ്റ്വെയർ. ഇത് നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേയിൽ കാണാൻ സാധിക്കും. സെക്കൻഡ് വൺ ടെക്സ്റ്റ് നൗ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. ടെക്സ്റ്റ് നൗ ഇതിൻ്റെ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ലിങ്കിൽ പോയി ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാം. സോ ഇത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് സൈറ്റിന് മേലെ വെയിറ്റ് ഫോർ 5 സെക്കൻഡ് 3 4 3 2 1 സ്കിപ്പ് ദ ആഡ് എന്ന് കാണിക്കും. വേറെ ആ സൈറ്റിൽ കാണുന്ന ഒന്നിലും നമ്മൾ ടച്ച് ചെയ്യാൻ നിൽക്കരുത്. സ്കിപ്പ് ദ ആഡ് എന്ന് ബട്ടൺ മാത്രം ടച്ച് ചെയ്താൽ നിങ്ങൾ ഡയറക്റ്റ് ഈ ഫയലിൻ്റെ അടുത്ത് കൊണ്ടുപോകും. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഈ ടെക്സ്റ്റ് നൗ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ജീനം എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയറിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നത്. സോ ഇനി എങ്ങനെയാണ് അതെന്ന് നോക്കാം. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ടെക്സ്റ്റ് ഓപ്പൺ ചെയ്യുക. ക്രിയേറ്റ് അക്കൗണ്ട് നിങ്ങൾ ചെയ്യുക. ശേഷം ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കയ്യിൽ വരുന്നത് ചെയ്തോളൂ. ലാസ്റ്റ് നെയിം ഇഷ്ടമുള്ളത്, ഇമെയിൽ ഇഷ്ടമുള്ളത്, നിങ്ങളുടെ സ്വന്തം ഇമെയിൽ കൊടുക്കണമെന്നില്ല. പക്ഷേ തീർച്ചയായും നിങ്ങൾ @gmail.com എന്ന് നിർബന്ധമായും ചെയ്തിരിക്കും. ശ്രദ്ധിച്ചില്ല, അവിടെ ഇഷ്ടമുള്ള ആൽഫബറ്റ് നമുക്ക് എൻ്റർ ചെയ്യാം. പക്ഷേ @gmail.com എന്ന് ചെയ്യണം. ഏജ് നിങ്ങൾ ഇഷ്ടമുള്ള ഏജ് കൊടുത്തോളൂ. 40 വയസ്സുള്ളതാണ്. ഇതിലും വേണമെങ്കിൽ ഒരു 18 കൊടുത്തോളൂ. നോ പ്രോബ്ലം. ജെൻഡർ മെയിലോ ഫീമെയിലോ ആസ് യു വിഷ്. യൂസർ നെയിം അതും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. പാസ്വേഡ് അതും ഇഷ്ടമുള്ളത് നിങ്ങൾക്ക്, നോ പ്രോബ്ലം. ശേഷം ക്രിയേറ്റ് കൊടുക്കുക. ക്രിയേറ്റ് കൊടുത്തതിന് ശേഷം നിങ്ങളോടൊരു റോബോട്ട് അല്ല എന്നുള്ളതിനൊരു വെരിഫിക്കേഷൻ ചോദിക്കുമ്പോൾ ഐ എം നോട്ട് എ റോബോട്ട് എന്ന് കാണുന്ന കോളത്തിൽ നിങ്ങൾ ടിക്ക് ചെയ്യണം. ശേഷം ഇതേപോലൊരു ഇമേജ് ആയിട്ട് വരും. ഇമേജ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ സെലക്ട് ഓൾ ഇമേജ് വിത്ത് റിവറിൻ്റെ എല്ലാ ഇമേജും നമ്മളോട് സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ 1 2 3 4 ഈ 4 ഞാൻ കാണുന്നുള്ളൂ. ശേഷം വെരിഫൈ. കറക്റ്റ് ആണെങ്കിൽ വെരിഫിക്കേഷൻ സക്സസ്. ഏരിയ കോഡ് ചോദിക്കും. ഏരിയ കോഡ് 4 5 6. നെക്സ്റ്റ്. ഇപ്പം നിങ്ങളുടെ ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ സക്സസ്. യു ഹാവ് ന്യൂ ഫോൺ നമ്പർ ഈസ് +1. ഇത് US നമ്പറാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ നമ്പർ നിങ്ങൾ തീർച്ചയായും ഒരു പേപ്പറിൽ എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ നോട്ട് ചെയ്യുകയോ വേണം. ഈ നമ്പർ ഉപയോഗിച്ചാണ് നമ്മൾ ജീനം ആക്ടിവേറ്റ് ചെയ്യാൻ പോകുന്നത്. +1 വിട്ടിട്ട് 6 1 7 4 5 3 9 2 3 1. ഇത് US നമ്പറാണ് കേട്ടോ. ഓക്കെ, ഷെയർ ചെയ്യണം. ഫേസ്ബുക്ക് വഴി ഷെയർ ചെയ്യണോ വേണ്ടനോ? ഓക്കെ, കഴിഞ്ഞു. ഇനി ഈ ടെക്സ്റ്റൈലും നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റും. കാരണം ഇതിൽ 10 സെക്കൻഡ് നിങ്ങൾക്ക് ബാലൻസ് ഉണ്ട്. 10 സെക്കൻഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആർക്കൊക്കെ വിളിക്കണം എന്നുള്ളത് അതും വേണമെങ്കിൽ ഇവിടെ നമുക്ക് കോൾ ചെയ്യാവുന്നതാണ്. ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കൊക്കെ വിളിക്കണം എന്നുള്ളത് എൻറ്റർ ചെയ്തിട്ട് അതിനുശേഷം നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റും. പക്ഷേ അത് വെറും 10 മിനിറ്റ് ഉണ്ടാവുള്ളൂ. ഇന്ത്യയിലേക്ക് പല മൊബൈൽ കമ്പനികൾക്കും പല ടൈമാണ് അവർ പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് വേണ്ട. തൽക്കാലം നമുക്ക് നമ്മുടെ ദൗത്യത്തിലേക്ക് കിടക്കാം. ശേഷം നിങ്ങൾ ഗൂഗിൾ പ്ലേയിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് വെച്ച ഈ ജീനം എന്ന ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഫസ്റ്റിൽ കാണുന്ന കൺട്രി കോഡ് അതിൽ ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അതിൽ പോകുക. ഇതിന് ശേഷം നമ്മൾ നോട്ട് ചെയ്ത്, അതായത് ടെക്സ്റ്റ് നോയിൽ നമ്മൾക്ക് കിട്ടിയ US നമ്പർ നമ്മൾ നോട്ട് ചെയ്ത് 617. തീർച്ചയായും ഇത് ചേഞ്ച് ആവാൻ പാടില്ല. 4539231. ഓക്കെ, വെരിഫൈ മൊബൈൽ നമ്പർ. വെരിഫിക്കേഷൻ കൊടുക്കുക. നമുക്കൊരു വെരിഫിക്കേഷൻ SMS വരും. ഈ വെരിഫിക്കേഷൻ SMS നമ്മുടെ ടെക്സ്റ്റ് നോയിലേക്കാണ് വരിക. വെയിറ്റ് ചെയ്യാം.
3923 മൊബൈൽ കറക്റ്റ്. ഒരു പക്ഷേ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു വന്നിട്ടില്ലെങ്കിൽ ഓക്കെ വന്നു കഴിഞ്ഞു. നിങ്ങളുടെ മുകളിൽ കാണിക്കുന്നില്ലേ നിങ്ങളുടെ OTP നമ്പർ ടെക്സ്റ്റ് നൗ. നമ്മുടെ OTP നമ്പർ 4812 കാണുന്നുണ്ടോ എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ 4812. ആ 4812 നമ്മളിവിടെ എൻ്റർ ചെയ്യുന്നു. ശേഷം നെക്സ്റ്റ് വെരിഫിക്കേഷൻ സക്സസ്. യൂസർ നെയിം ഇഷ്ടമുള്ളത് കൊടുത്തു, ലാസ്റ്റ് നെയിം ഇഷ്ടമുള്ളത് കൊടുക്കാം. നെക്സ്റ്റ് അഗൈൻ. ഇവിടെ നമുക്കൊരു URL അവർ തരും, പക്ഷെ അതും നമ്മൾക്ക് ഇഷ്ടമുള്ളത് കൊടുത്തോളൂ, നോ പ്രോബ്ലം. ഓക്കെ സ്റ്റാർട്ട്. ഇതാ ഇപ്പോൾ നിങ്ങളുടെ ജീനും റെഡി, ആക്ടിവേറ്റഡ് ആണ്. ഇനി നമ്മൾക്ക് ചെക്ക് ചെയ്യാം എങ്ങനെ. ഇതിൽ കോണ്ടാക്ട്സിലാണ് ഇപ്പോൾ ഓൾറെഡി കിടക്കുന്നത്. മീയിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്കറിയാൻ കഴിയും ഇവിടെ റിമൈനിങ് മന്ത്ലി 100 മിനിറ്റ് കാണുന്നുണ്ടാവും അല്ലേ? റിമൈനിങ് മന്ത്ലി 100 മിനിറ്റ്. ഈ മന്ത്ലി എന്ന് വെച്ച് നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഇതിന് ശേഷം നമുക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളത് എന്ന് വീണ്ടും എങ്ങനെ ആഡ് ചെയ്യണം എന്നുള്ളത് ഞാൻ ഉടൻ തന്നെ കാണിച്ചു തരാം. ഓക്കെ ഇപ്പം ഇനി കോണ്ടാക്ട് ഇതാണ് നമ്മുടെ കോണ്ടാക്ട്. ഈ ജി സിമ്പിൾ ഈ വരുന്ന കോണ്ടാക്റ്റിലെല്ലാം നിങ്ങൾക്ക് കോൾ ചെയ്യാൻ സാധിക്കും. അഥവാ നിങ്ങൾക്ക് കോൾ ചെയ്യേണ്ട കോണ്ടാക്ട് ജി റൗണ്ടിലല്ല, ജിയിലല്ല എങ്കിൽ ഇത് നോക്കൂ, ഇന്ത്യയിലേക്ക് മാത്രം കോൾ ചെയ്യാനാണ്. അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു കാര്യം ചെയ്യാനുണ്ടാകും. കാരണം ഇത് എയർസെൽ, ഈ നമ്പർ നിങ്ങൾക്ക് കാണുന്നില്ലേ എയർസെൽ, ഇത് 0091 എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. പക്ഷേ 00 നിങ്ങൾ നിങ്ങളുടെ കോണ്ടാക്റ്റിൽ പോയി എഡിറ്റ് ചെയ്ത് 00 കളഞ്ഞ ശേഷം +91 എന്നാക്കുക. ഇനി നമുക്കതും ചെക്ക് ചെയ്യാം. കോണ്ടാക്റ്റിൽ പോകുന്നു, എയർസെൽ എഡിറ്റ് +9110. ഓക്കെ ഇപ്പം നിങ്ങൾ കൂടെ കാണുന്ന +91. ജി നമ്പറിൽ പോകുന്നു, എയർസെൽ അത് അപ്ഡേറ്റ് ആയിക്കണം. എയർസെൽ കണ്ടില്ലേ? ഇപ്പം +91 ആക്കിയതുകൊണ്ട് അതിലേക്ക് നമുക്ക് കോൾ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഇങ്ങനെ കോൾ ചെയ്താൽ 100 മിനിറ്റ്സ്. ഓക്കെ ഇത് ഒന്ന് ചോദിക്കും കൺഫേം ആണോ കോളിനോ. ഓക്കെ നമ്മൾ കൺഫേം ചെയ്യുക, കോൾ പോകും. ഓക്കെ അത് കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ടാമത് ഇത് 100 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എങ്ങനെ അടുത്ത മിനിറ്റ് ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ മീ എന്നുള്ള ഓപ്ഷനിൽ ഒന്നുകൂടെ പോവുക, എബൌട്ട് ആൻഡ് ഹെൽപ്പിലേക്ക് പോവുക, ലോഗൗട്ട് എന്ന് കാണും. ഈ ലോഗൗട്ടിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ജീനം ലോഗൗട്ട് ആവും. പിന്നെ ആ നമ്പർ നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. വീണ്ടും തിരിച്ച് ടെക്സ്റ്റ് നൗവിലേക്ക് വരിക. ടെക്സ്റ്റ് നൗവിലേക്ക് വന്നതിന് ശേഷം സെറ്റിങ്ങിൽ പോവുക. സെറ്റിങ്ങിൽ പോയി ഏറ്റവും താഴെ ലോഗൗട്ട്. ഈ ലോഗൗട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്നും ലോഗൗട്ട് ആവും. അഗെയിൻ രണ്ടാമത് നിങ്ങൾ അടുത്ത 100 മിനിറ്റിന് വേണ്ടിയിട്ട് വീണ്ടും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. നേരത്തെ കാണിച്ച സെയിം പ്രൊസീജർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം കിട്ടുന്ന നമ്പർ നോട്ട് ചെയ്യുക. വീണ്ടും ജീനമ്മിൽ പോവുക. ജീനമ്മിൽ പോയിട്ട് സ്റ്റാർട്ടിങ്ങിൽ കണ്ട പോലെയുള്ള പ്രൊസീജിയേഴ്സ് ആവും. നമ്മൾ ആദ്യം അതേപോലെ ചെയ്യാം. വീണ്ടും നിങ്ങൾക്ക് 100 മിനിറ്റ് കിട്ടിയിരിക്കും. സോ ദാറ്റ്സ് ഓൾ മൈ ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, സോഫ്റ്റ്വെയർ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.